എല്ലാവർക്കും നമസ്കാരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിൽ പേജ് നമ്പർ 68 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The figure shows two chords drawn on either side of a diameter. What is the length of the other chord? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ ഡയമീറ്റർ തരും. സർക്കിൾ വരച്ചു, അതിന് ഡയമീറ്റർ ഇങ്ങനെ തന്നിരിക്കുന്നു. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സെൻറ്ററിലൂടെ പോകുന്ന കോഡാണ് അല്ലേ. ഏറ്റവും ഒരു സർക്കിളിൻ്റെ ഏറ്റവും ലെങ്ത് കൂടിയ കോഡ് ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ. അതിൽ നിന്നും 30 ഡിഗ്രി വീതം രണ്ട് സൈഡിലേക്കും ഓരോ കോഡ് വീതം വരച്ചിരിക്കുന്നു. രണ്ടും 30 ഡിഗ്രി വീതമാണ്. മനസ്സിലായ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ കോഡ്? ഒരെണ്ണത്തിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഒരു കോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അതർ കോഡ്, അതായത് ഈ കോഡ് ലൈനിന്റെ ലെങ്ത് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, സെന്ററിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഈ കോഡിലേക്കും ഇതിലേക്കും വരയ്ക്കുക. മനസ്സിലായ? അത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടും. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം. A, B, C, D ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോ 2 ട്രയാങ്കിൾ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ADC. ഈ 2 ട്രയാങ്കിൾസിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ട്രയാങ്കിൾസിന്റെ ഓരോ ആംഗിൾ വീതം ഈക്വൽ ആണ്. അത് തന്നിട്ടുണ്ട് അല്ലേ, 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ BAC ഈക്വൽസ് ആംഗിൾ CAD അല്ലെ, CAD അല്ലെ. BAC എന്ന് പറയുന്ന ഈ ആംഗിളും CAD എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ. ഇനി അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. എന്താ കാരണം? പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. നമ്മൾ റൈറ്റ് ആംഗിൾസ് ആണ്. അതിന്റെ റീസൺ നമുക്ക് എഴുതാം അല്ലെ. കാരണം ഇവിടെ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ 90 ഡിഗ്രിയാണ് രണ്ടും. അപ്പൊ രണ്ടും അങ്ങനെ ഈക്വലായി. അപ്പൊ ഒരു ട്രയാങ്കിളിന് 2 ആംഗിൾ ഈക്വൽ ആകുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അല്ല, മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ACB എത്രയായിരിക്കും? ആംഗിൾ ACB എന്ന് പറയുന്നത് ഈ ആംഗിൾ 30, ഇത് 90. അപ്പോൾ ഒരു ട്രയാങ്കിളിന് 2 ആംഗിൾ എന്നാൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. 180ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി, മറ്റേത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട്. അപ്പോൾ 90യും 30യും കൂടി ആഡ് ചെയ്യുമ്പോൾ 120, 180ൽ നിന്ന് പോയി കഴിഞ്ഞാൽ 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് 60 ഡിഗ്രിയാണ് വരാം. അതേപോലെ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതും 60 ഡിഗ്രി തന്നെയാണ് വരാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മൂന്നാമത്തെ ആംഗിളും ഈ 2 ട്രയാങ്കിളിന്റെയും ഈക്വൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കിൾ ACB ഈക്വൽസ് ട്രയാങ്കിൾ ACBയും ACDയും, ACD ഇത് രണ്ടും ഈക്വൽ ആണ്. അതും മനസ്സിലായി. ഇനി നമുക്ക് സൈഡുകൾ ഏതാ അറിയാൻ പറ്റുക? ആകെപ്പാടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് AC എന്ന് പറയുന്ന സൈഡാണ് അല്ലെ. അത് 2 ട്രയാങ്കിളും കോമൺ ആയതുകൊണ്ട് അത് ഈക്വൽ ആണ് എന്ന് നമുക്ക് എഴുതാം. AC ഈക്വൽസ് AC ബിക്കോസ് കോമൺ സൈഡാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമുക്ക് എടുക്കാം. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ 2 അറ്റത്ത് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ, വേറൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ 2 അറ്റത്ത് കിടക്കുന്ന ആംഗിൾസിനോട് ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും, ബാക്കി 2 സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്കിപ്പോ ഇതിൽ നിന്നും മനസ്സിലായി. അപ്പോൾ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പൊ ഈ രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ റിമൈനിങ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പൊ ഏതൊക്കെയായിരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ BCയും CDയും ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയാണ് ഈക്വൽ സൈഡ് കണ്ടുപിടിക്കുക? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡാണ് ഈക്വൽ ആവുക. അപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന BCയും ഈ ട്രയാങ്കിളിന്റെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന DCയും ഈക്വൽ ആണ് അല്ലെ. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഇനി അതേപോലെ തന്നെ ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് ഈ സൈഡും ഈ സൈഡും, അതായത് AB ഈക്വൽസ് AD. അപ്പൊ D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, ഇത് നമുക്കൊരു പേര് കൊടുക്കണ്ടേ? ഇവിടെ ABCD, ഇവിടെ E കൊടുക്കാം, ഇവിടെ നമുക്ക് F എന്നും കൊടുക്കാം. അപ്പൊ AE എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കോഡിന്റെ മിഡ് പോയിന്റ് ആണ് D
അല്ലെ? മിഡ് പോയിന്റിലേക്കാണ് ഇവിടെ നിന്ന് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് AD എത്രയാണോ അത് തന്നെയായിരിക്കും DEയും, അതേപോലെ തന്നെ AB എത്രയാണോ അത്ര തന്നെയായിരിക്കും BFും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? AE ഈക്വൽസ് AF എന്ന് മനസ്സിലായി. AF എന്ന് മനസ്സിലായി. AEയും AFും ഈക്വൽ ആണ്. കാരണം എന്താ? D is the midpoint of AE. അതേപോലെ B is the midpoint of AF. AB equals AD. Therefore, AE is equal to AF. AFും AEയും ഈക്വൽ തന്നെയായിരിക്കും. അപ്പൊ therefore AF മറ്റേ കോഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. AE എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ AFും 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇത് എളുപ്പമല്ല. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കുറെ വരും. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും ചെയ്യേണ്ട എന്താണ്? ഈ മിഡ് പോയിന്റിൽ നിന്നും നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ കോഡിന്റെ മിഡ് പോയിന്റുകളിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച് അങ്ങനെ 2 ട്രയാങ്കിൾസ് ആക്കാം. എന്നിട്ട് അതിന് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കാനായിട്ടുള്ള ഇതുകൾ ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്ത് വന്നാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും. മനസ്സിലായ? അടുത്ത ക്വസ്റ്റ്യൻ, എ കോഡ് ആൻഡ് ദ ഡയമീറ്റർ through one of its ends are drawn in a circle. A chord of the same inclination is drawn on the other side of the diameter. Prove that the chords are the same length. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, അത് തന്നെ സാധനം. അതിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെ ഇല്ല. ഒരു ഡയമീറ്ററിന്റെ 2 സൈഡുകളിൽ കോഡ് വരച്ചിരിക്കുകയാണ്. കോഡ് ലൈൻസ്, അതായത് ഒരു ഡയമീറ്ററിൽ നിന്നും, അതായത് ഞാൻ വരച്ചു കാണിച്ചുതരാം. ഒരു സർക്കിൾ, അതിന്റെ ഡയമീറ്റർ, അതിൽ ഒരു കോഡ് വരച്ചു. ആ ഡയമീറ്ററിന്റെ ഒരു എൻഡ് പോയിന്റിൽ നിന്നും ഒരു കോഡ് വരച്ചു. ഇവിടെ എത്രയാണോ ആ ഡിഗ്രി വരുന്ന ആംഗിൾ, അതേ ആംഗിളിൽ തന്നെ ഇപ്പുറത്തേക്കും വേറൊരു കോഡ് വരച്ചു. എങ്കിൽ സെയിം ആണ്, ഈ 2 ആംഗിൾസും സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ഈ 2 കോഡ് ലൈൻസും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മളിപ്പോ തൊട്ട് മുന്നേ ചെയ്ത കണക്കിൽ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡയമീറ്ററിൽ നിന്നും തുല്യ അകലത്തിലാണ്, അതായത് ഒരേ ആംഗിളിന്റെ ഡിഫറൻസിലാണ് 2 കോഡ് ലൈൻസും കിടക്കുന്നത്. പിന്നെ ആ 3 ഡയമീറ്ററും ഈ 2 കോഡ് ലൈൻസും ഒരേ പോയിന്റിൽ നിന്ന് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ആ 2 കോഡുകളും ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നേരത്തെ ഇതേപോലെ തന്നെ ഈ സെന്ററിൽ നിന്ന് എടുക്കുക. ഈ സെന്ററിൽ നിന്ന് ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കും, ഇതിന്റെ സെന്ററിലേക്ക് വരയ്ക്കുക. 2 പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. എന്നിട്ട് ഇതിനൊക്കെ പേര് കൊടുക്കുക. ABCDEFG ഇങ്ങനെയൊക്കെ പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്യാനായിട്ട് ഈ 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ ഇത് 2 പെർപെൻഡിക്കുലേഴ്സ് ആണ്. പിന്നെ 3rd ആംഗിളും ഈക്വൽ തന്നെയായിരിക്കും. പിന്നെ കോമൺ സൈഡ് എടുത്ത് എഴുതുക. ഇങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് AE ഈക്വൽസ് AG കിട്ടും. therefore AB ഈക്വൽസ് AD എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതിന് വീണ്ടും പറഞ്ഞു ഞാൻ തരുന്നില്ല, വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 5th one. The figure shows 2 chords drawn on the either side of a diameter. How much is the angle the other chord makes with the diameter? അതായത് നമ്മൾ ഇപ്പൊ ചെയ്തതിന്റെ നേരെ തിരിച്ച് ഡയമീറ്റർ തന്നു. ആ ഡയമീറ്ററിന്റെ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് തന്നെ 2 കോഡ് വരച്ചിട്ടുണ്ട്. ഒരു ആംഗിൾ 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. 2 കോഡിന്റെയും ലെങ്ത് തന്നിരിക്കുന്നു 3 സെന്റിമീറ്റർ വീതമാണ്. എങ്കിൽ ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായി? നേരത്തെ എങ്ങനെയായിരുന്നു? 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 2 ആംഗിൾസും ഡയമീറ്ററിന്റെ അതേ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്ന 2 കോഡ്സ്, അതിന്റെ 2ന്റെയും ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഡ്സിന്റെ ലെങ്ത്തും ഓൾസോ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 2 സെയിം ലെങ്ത് ഉള്ള കോഡ്സിന്റെ ഇടയിൽ കിടക്കുന്ന ഇങ്ങനത്തെ ആംഗിളും അപ്പൊ എന്തായിരിക്കും? ഈക്വലിനെ ആവാനാണ് സാധ്യത, അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ ഒരു കാര്യം ഓർക്കുക, ആംഗിൾസ് തന്നിട്ട് സൈഡിന്റെ ലെങ്ത് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ സെന്ററിൽ നിന്നും, അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിന്റെ സെന്ററിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ട് 2 ട്രയാങ്കിൾസ് ആക്കേണ്ടത്. ഇത് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ സൈഡിൽ നിന്നും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക്. കാരണം ഈ ആംഗിൾ മിസ്സിംഗ് ആണ്, ഈ ആംഗിൾ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. 2 കോഡ്സിന്റെയും എൻഡ് പോയിന്റ്സിൽ നിന്നും നമ്മൾ സർക്കിളിന്റെ സെന്ററിലേക്ക് ഓരോ റേഡിയസ് വരച്ചു. ഇത് റേഡിയസ് അല്ലേ?
അപ്പൊ നമുക്ക് സുഖമായി. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിനെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കാൻ പറ്റും. മറ്റേ തരത്തിൽ വരച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ഈ ആംഗിൾ തരാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ആ തരത്തിൽ ചെയ്യാൻ പറ്റില്ല. രണ്ട് ആംഗിൾസ് തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിന് പേര് കൊടുക്കാം നമുക്ക്. അങ്ങനെ ബി സി ഡി എന്ന് പേര് കൊടുത്തു. അപ്പൊ എ ഡി സിയും എ ബി സിയും രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ആ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും? എ ബിയും എ ഡിയും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽസ് എ ഡി ഗിവൺ. എ സി ഈക്വൽസ് എ സി ബിക്കോസ് കോമൺ സൈഡ് ആണ്. ഡി സി ഈക്വൽസ് ബി സി അല്ലെ? ഡി സിയും ബി സിയും ഈക്വൽ ആണ്. കാരണം എന്താ? റേഡി ഓഫ് ദ സർക്കിൾ അല്ലെ? സെയിം സർക്കിളിന്റെ റേഡി ആണ്. ഇനി ഇപ്പൊ എന്ത് മനസ്സിലായി? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആണ്. ദെർഫോർ ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ആയിരിക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിൾ, 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിൾ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി ബി സിയും ഡി സിയും ഈക്വൽ ആണ്. അപ്പൊ ബി സിയുടെ ഓപ്പോസിറ്റ് ഇവിടെ 40 ആണ്. ദെർഫോർ ഡി സിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിളും 40 തന്നെ ആവണം അല്ലെ? ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണ്, ഈക്വൽ ട്രയാംഗിൾസിന്റെ. അപ്പൊ ദെർഫോർ ഡി എ സി ഈക്വൽസ് ആംഗിൾ ബി എ സി ഈക്വൽസ് എത്ര വരാ? 40 ഡിഗ്രി തന്നെയാണ് വരാ. ഇത് എളുപ്പല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ. Next one, prove that the angle made by two equal chords drawn from a point on the circle is bisected by the diameter through the point. അപ്പൊ എന്താണ്? ഇത് തന്നെ സാധനം. ഇതില് മെഷേഴ്സ് തന്നിട്ടുണ്ട്. ഇത് മെഷേഴ്സ് ഒന്നും തരാണ്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ prove that the angle made by two equal chords drawn from a point on the circle is bisected by the diameter. Diameter വരച്ചിരിക്കുന്ന ആ സെയിം പോയിന്റിൽ നിന്ന് തന്നെ വരച്ചിരിക്കുന്ന ഈക്വൽ ലെങ്ത് ഉള്ള കോഡ്. ഈക്വൽ ലെങ്ത് ആണ്. ഈ രണ്ട് കോഡും ഈക്വൽ ലെങ്ത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിൾ മെയ്ഡ് ബൈ ടു കോഡ്സ്, ആ രണ്ട് കോഡ്സും ഇടയിൽ വരുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പോയിന്റ് ഈസ് ബൈസെക്റ്റഡ് ബൈ ദ ഡയമീറ്റർ ത്രൂ ദ പോയിന്റ്. ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അതായത് ഇവിടെ മൊത്തം ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഒരു കോഡ് ലൈൻ വരച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു കോഡ് ലൈൻ വരച്ചിരിക്കുന്നു. ഇവിടെ സെന്റർ ആണ്. ഈ സെന്ററിലൂടെ വരച്ചിരിക്കുന്ന ഡയമീറ്റർ ഈക്വൽ ലെങ്ത് ഉള്ള കോഡ്സ് ആണ്. അപ്പോ ഇതിന്റെ സെന്ററിലൂടെ വരച്ചിരിക്കുന്ന ഈ ഡയമീറ്റർ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്തിരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് മൊത്തം 60 ഡിഗ്രി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഡയമീറ്റർ വരച്ചു കഴിയുമ്പോൾ ഇത് 30യും ഇത് 30യും ആയിട്ട് മാറണം. അതാണ് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ? അങ്ങനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കോഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ? ഈക്വൽ ലെങ്ത് ആണ് ഈ കോഡ്സിന്. ഈക്വൽ ലെങ്ത് ഉള്ള കോഡ്സ് ആയാൽ മാത്രമേ അതിന്റെ ഇടയിൽ വരയ്ക്കുന്ന ഡയമീറ്റർ അതിനെ ബൈസെക്ട് ചെയ്യുള്ളൂ, ആംഗിളിനെ ബൈസെക്ട് ചെയ്യുള്ളൂ. മനസ്സിലായ? അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ ഈ സെന്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിന് പേര് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓരോ സൈഡുകളും ഈക്വൽ ആയിട്ട് എഴുതുക. അപ്പൊ അതിന്റെ ആംഗിൾസും ഈക്വൽ ട്രയാംഗിൾസ് ആണെന്ന്, ഇതിന്റെ ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ട്രയാംഗിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെ ആംഗിൾസും പ്രൂവ് ചെയ്യാം. മനസ്സിലായില്ലേ? ഈ ആക്ടിവിറ്റിയിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ ഓൾ 4 വേർട്ടിസസ്. ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്. ആ സ്ക്വയറിന്റെ 4 വേർട്ടിസസിലും മുട്ടുന്ന വിധത്തിൽ അതിനെ മീറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഒരു സർക്കിൾ വരച്ചിരിക്കുന്നത്. ഡ്രോ ഡയമീറ്റേഴ്സ് പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ and draw a polygon joining the end points of these diameters and vertices of the square. Prove that this polygon is a regular octagon എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യം തന്നെ ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിന്റെ 4 വേർട്ടിസസിലും മുട്ടുന്ന വിധത്തിൽ, സർക്കിളിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല സ്ക്വയർ എന്ന പോലെ സ്ക്വയർ സർക്കിളിന്റെ ഉള്ളിൽ പെടാനും പാടില്ല. കൃത്യം ആ 4 വേർട്ടിസസിലൂടെയും പോകുന്ന വിധത്തിൽ സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സൈഡ്, ഈ 2 സൈഡിന് പാരലൽ ആയിട്ട്, ഇതാണ് സർക്കിളിന്റെ സെന്ററിലൂടെ ഒരു ഡയമീറ്റർ വരച്ചു. എന്ന പോലെ ഈ 2 സൈഡുകൾ
സ്ക്വയറിന്റെ ഈ രണ്ട് സൈഡിനും പാരലൽ ആയിട്ട് ഈ സെന്ററിലൂടെ ഒരു ഡയമീറ്റർ ഇങ്ങനെയും വരച്ചു. ക്രോസ് ആയിട്ട് കൃത്യം വരച്ചു ഡയമീറ്റർ. അപ്പോൾ ഇങ്ങനെ നേരെ വരച്ചിരിക്കുകയാണ്. എന്നിട്ട് അപ്പൊ ഈ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടാ. ഈ പോയിന്റ്സ് ഒക്കെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ സ്ക്വയറിന്റെ 4 വേർട്ടീസസ് കൂടാതെ 2 ഡയമീറ്റർ വരച്ചപ്പോൾ 4 പോയിന്റ്സും കൂടി വന്നു. അങ്ങനെ മൊത്തം എല്ലാ പോയിന്റ്സും കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോളിഗൺ കിട്ടി അല്ലെ. ഇങ്ങനെ ഒരു പോളിഗൺ കിട്ടി. അതൊരു അഷ്ടഭുജമാണ്. 8 സൈഡുകളുണ്ട്. 1 2 3 4 5 6 ഒരു ഒക്ടഗൺ ആണ്. പക്ഷെ ഇതൊരു റെഗുലർ ഒക്ടഗൺ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റെഗുലർ ഒക്ടഗൺ എന്ന് പറയുന്നത് എന്താ അർത്ഥം? എല്ലാ സൈഡുകളും ഈക്വൽ ആവണം അല്ലെ. എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗണിനെയാണ് റെഗുലർ പോളിഗൺ എന്ന് പറയാം. അപ്പൊ ഇതൊരു റെഗുലർ ഒക്ടഗൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ സൈഡും ഇതെല്ലാ സൈഡുകളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾസും ഈക്വൽ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഈ 2 സൈഡ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും 2 സൈഡ് ഇതിന് എടുക്കാം നമുക്ക്. അപ്പൊ ഇതാണ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് നമുക്ക് പേര് വേണമെങ്കിൽ ഇങ്ങനെ പേര് കൊടുക്കാം. A B C D E F ഇങ്ങനെ പേരൊക്കെ കൊടുക്കുക. അപ്പൊ എല്ലാ പോയിന്റുകളിലും പേര് കൊടുക്കണ്ട. നമ്മൾ ഏത് ഭാഗമാണോ എടുക്കുന്നത്, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AB ഈക്വൽസ് BC ഈക്വൽസ് CD ഈക്വൽസ് DE ഈക്വൽസ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 സൈഡ് മാത്രം എടുക്കാം. അപ്പൊ 2 സൈഡ് എടുക്കുമ്പോൾ നമുക്ക് ഈ AB HAB ഇതെടുക്കാം. HAB ഈ ഭാഗം എടുക്കാം നമുക്ക്. അതിനെ മാത്രം എടുത്ത് നമുക്ക് ഇവിടെ വരയ്ക്കാം. HAB ഇതിലൂടെ ഇങ്ങനെ ലൈൻ കടന്നു പോയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു O എന്ന് വേണേൽ പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് O എന്ന് പേര് കൊടുക്കാം. മനസ്സിലായി? ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം. കാരണം പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. വേറെ ഒന്നും തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ AOH ആൻഡ് AOB. ഈ 2 ട്രയാങ്കിൾസും എടുത്താൽ അതിന്റെ സൈഡ് AO ഈക്വൽസ് AO കോമൺ സൈഡ് ആണ്. അപ്പൊ ഇതിലൊക്കെ മിക്കവാറും ചെയ്യേണ്ടി വരാ 2 ട്രയാങ്കിൾസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സൈഡ് ഏതാണോ അല്ലെങ്കിൽ ആംഗിൾ ഏതാണോ അത് ഉൾപ്പെടുന്ന വിധത്തിലുള്ള 2 ട്രയാങ്കിൾസിനെ ആക്കി എടുത്തിട്ട് അത് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി പ്രൂവ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മിക്കവാറും എല്ലാതും ഇങ്ങനെ തന്നെയായിരിക്കും, എല്ലാ പ്രോബ്ലംസും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെ ഇതിനെ അങ്ങനെ ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് ആലോചിക്കാം. പിന്നെന്താ നമുക്ക് ചെയ്യേണ്ടത്? AOH ആംഗിൾ AOH ഈക്വൽസ് ആംഗിൾ AOB. രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾസ് ആണ്. 90 ഡിഗ്രി ആണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ പറ്റുക? HO ഈക്വൽസ് BO അല്ലെ. HO ഈക്വൽസ് BO. എന്താ കാരണം? കാരണം ഇതിന്റെ സെന്ററിലൂടെ ഡയമീറ്റർ ആണ് ഈ പോയിരിക്കുന്നത്. BH എന്ന് പറയുന്ന കോഡ് ലൈൻ ആണ്. BH കോഡാണ് അല്ലെ. ആ കോഡിനെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് സെന്ററിൽ നിന്നും വരച്ചിരിക്കുന്നത്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ നമുക്കറിയാം ഇതിന്റെ BH എന്ന് പറയുന്ന കോഡിന്റെ സെന്ററിലൂടെ ആയിരിക്കും കടന്നു പോകുക. അത് നമ്മൾ ഈ വർഷം ഇപ്പൊ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? HOH ഈക്വൽസ് OB എന്ന് എഴുതാം അല്ലെ. എ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ബൈസെക്ട്സ് ദ കോഡ് അല്ലെ. കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇനി എന്താണ്? അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 2 സൈഡുകൾ കിട്ടി. 2 സൈഡുകളും അതിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഇതിൽ നോക്കിയാൽ മതി. ഈ 2 സൈഡുകളും ട്രയാങ്കിളിന്റെ 2 സൈഡുകൾ അതിനിടയിൽ കിടക്കുന്ന ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ 2 സൈഡും അതിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിളിനോട് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോ ഈ 2 ട്രയാങ്കിൾസും എന്താണ്? ട്രയാങ്കിൾ AOH ഈക്വൽസ് ട്രയാങ്കിൾ AOB. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോ റിമൈനിങ് സൈഡ്സും ആൻഡ് റിമൈനിങ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ആയിരിക്കും.
അപ്പോ എന്തായി ഇതിന്റെ ഈ 90 ഡിഗ്രിയുടെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് ആയിരിക്കും ഈക്വൽ. Therefore AH ഈക്വൽസ് AB. AHഉം ABയും ഈക്വൽ ആണ്. ഇതേപോലെ തന്നെയാണ് ഓരോ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾസ് ഒക്കെ എടുക്കുമ്പോൾ വരാം. ആംഗിൾസും ഒക്കെ ഈക്വൽ ആണ്, സൈഡും ഈക്വൽ ആയിട്ട് വരും. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ പോളിഗൺ ഒരു റെഗുലർ പോളിഗൺ ആണ്, അല്ലെങ്കിൽ ഈ ഒക്ടഗൺ ഒരു റെഗുലർ ഒക്ടഗൺ ആണ് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം.